സുപ്രീം കോടതി ആർട്ടിക്കിൾ 124 മുതൽ 147 വരെ. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28-നാണ്. രാജ്യത്തെ പരമോന്നത കോടതി. ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുള്ള കോടതിയാണ് സുപ്രീം കോടതി. ആസ്ഥാന മന്ദിരം ന്യൂഡൽഹിയിലെ തിലക് മാർഗ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് പാർലമെന്റാണ്. 1950-ൽ സുപ്രീം കോടതി നിലവിൽ വന്നപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം 8 ആയിരുന്നു. 2019-ലെ ഭേദഗതി പ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുന്നിലാണ്. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി സ്ഥാപിക്കുന്നത് വ്യവസ്ഥ ചെയ്ത ആർട്ടിക്കിൾ 124. കൽക്കട്ട സുപ്രീം കോടതി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി സ്ഥാപിച്ചത് 1774 കൽക്കട്ടയിലാണ്. റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രകാരം കൽക്കട്ട സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത് വാരൻ ഹേസ്റ്റിംഗ്സ് ആണ്. കൽക്കട്ട സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 4 ജഡ്ജിമാരുണ്ടായിരുന്നു. ആദ്യ ചീഫ് ജസ്റ്റിസ് സർ എലീജ ഇംപെ. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിന് പറയുന്നത് ഇംപീച്ച്മെന്റ് എന്നാണ്. തെളിയിക്കപ്പെട്ട ദുർവൃത്തി, അപ്രാപ്തി എന്നീ കാരണങ്ങളാൽ സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാം. സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ 100 അംഗങ്ങളുടെ പിന്തുണ വേണം. രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ 50 അംഗങ്ങളുടെ പിന്തുണ വേണം. ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജി ജസ്റ്റിസ് വി രാമസ്വാമി 1993. ലോക്സഭയിൽ ഇംപീച്ച്മെന്റ് നേരിട്ട ആദ്യത്തെ ജഡ്ജി ചോദിച്ചാലും അത് ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. 65 വയസ്സാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വിരമിക്കൽ പ്രായം. വിരമിച്ച ശേഷം ഒരു കോടതിയിലും പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. ഇവരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ വകയിരുത്തിയിരിക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ചിട്ടുള്ള സുപ്രീം കോടതിയിലെ ഏക ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ജസ്റ്റിസ് പി ഗോവിന്ദമേനോൻ. ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി 37ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചത് ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ് 7 വർഷവും 5 മാസവും. കുറച്ചുകാലം കമൽ നരേൻ സിംഗ് അഥവാ KN സിംഗ് 17 ദിവസം. 49ാമത്തെ ചീഫ് ജസ്റ്റിസ് ഉദയ് ഉമേഷ് ദളിത്. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ഇന്ത്യയിലെ ആദ്യ വനിതാ അഡ്വക്കേറ്റാണ് കൊർണേലിയ സൊറാബ്ജി. ഇന്ത്യയിൽ സീനിയർ അഡ്വക്കേറ്റ് പദവി ലഭിച്ച ആദ്യ വനിത ലീല സേത്ത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത ലീല സേത്ത് 1991 ഹിമാചൽ പ്രദേശിൽ. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്ന ചാണ്ടി, കേരളം. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവി. സുപ്രീം കോടതി അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഇന്ദു മൽഹോത്ര. അഭിഭാഷകനായിരിക്കെ നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വ്യക്തി SM സിക്രി. സുപ്രീം കോടതി ജഡ്ജിയായ ശേഷം ലോക്സഭാ സ്പീക്കറായ വ്യക്തി KS ഹെഗ്ഡെ. 2022 ഡിസംബറിൽ സുപ്രീം കോടതി രൂപീകരിക്കപ്പെട്ട വനിതാ ബെഞ്ചിൽ ഉൾപ്പെട്ടവർ ജസ്റ്റിസ് ഹിമ കോഹ്ലി, ജസ്റ്റിസ് ബേല M ത്രിവേദി. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രധാന ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾ 124(1) ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണം. 124(2) സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം. 124(3) സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യത. 124(4) സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച്. 125 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെ ശമ്പളം. 126 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന്റെ നിയമനം. 127 സുപ്രീം കോടതിയിൽ ക്വാറം തികയാതെ വന്നാൽ അഡ്ഹോക്ക് ജഡ്ജിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച്.
128 വിരമിച്ച ജഡ്ജിമാരെ ആവശ്യമുള്ള പക്ഷം സുപ്രീം കോടതിയുടെ സിറ്റിംഗിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച്. 129 സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പരാമർശിക്കുന്നു. 130 സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഡൽഹിയിലാണെന്നും രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ചീഫ് ജസ്റ്റിസിന് ഇന്ത്യയിൽ എവിടെ വെച്ചും സിറ്റിംഗ് നടത്താമെന്നും അനുശാസിക്കുന്നു. 137 സുപ്രീം കോടതിക്ക് അതിൻ്റെ തന്നെ ഉത്തരവുകളോ വിധിന്യായങ്ങളോ പുനഃപരിശോധിക്കാനുള്ള അവകാശം. 144 ഇന്ത്യൻ ഭൂപ്രദേശത്തിലെ സിവിലോ ജുഡീഷ്യലോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സുപ്രീം കോടതിക്ക് സഹായമായി പ്രവർത്തിക്കണം.